വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ്, സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, മീനങ്ങാടി. അക്ഷരഭൂമികയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാടിന്റെ ഗോത്ര സംസ്കൃതിയെ ആഴത്തിലേറ്റുവാങ്ങി തന്റെ സർഗാത്മകതയുടെ തീഷ്ണതയാൽ മൂടി പിടിപ്പിച്ച സൃഷ്ടികൾ ചമച്ച എഴുത്തുകാരൻ ജോസ് പാഴൂക്കാരനെയാണ്. അരിവാൾ ജീവിതമെന്ന ഒറ്റ നോവൽ മതി ജോസ് പാഴൂക്കാരന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. ജീവരക്തത്തിൽ പുളയുന്ന വേദനയുടെ പിശാചുക്കളെ തടയാനാകാതെ വലയുന്ന ആദിവാസി സമൂഹവും അവരുടെ വേദനകളെ ചൂഷണം ചെയ്യുന്ന ആധുനിക ലോകവും അനാവൃതമാകുന്ന നോവൽ ഏറെ ഹൃദയസ്പർശിയാണ്. നിരവധി കഥകളും നോവലുകളും തിരക്കഥയും രചിച്ചിട്ടുള്ള പാഴൂക്കാരന് ലഭിച്ചിട്ടുള്ളത് നിരവധി പുരസ്കാരങ്ങളാണ്. ശ്രീലത ടീച്ചർ പുരസ്കാരം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, പൊൻകുന്നം വർക്കി കഥാ അവാർഡ്, OV വിജയൻ പുരസ്കാരം തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. മണ്ണും മനുഷ്യനും സമന്വയിക്കുന്ന പ്രമേയങ്ങൾ, സ്വാഭാവികതയിലൂന്നിയ ജീവിത മുഹൂർത്തങ്ങൾ, മാനവിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന രാഷ്ട്രീയബോധം തുടങ്ങി വിവിധങ്ങളായ സമൃദ്ധികളാണ് രചയിതാവിന്റെ സൃഷ്ടികളിലെ പൊതുചിത്രം. ജീവിതം അതിജീവിക്കലായി മാറുന്നവരുടെ കഥ പറയുന്ന പാഴൂക്കാരന്റെ എഴുത്ത് ജീവിതത്തിലേക്ക്. വയനാടിൻ്റെ അക്ഷരഭൂമിക. വയനാട്ടിലെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എഴുത്തുകാരെയും അതുപോലെ തന്നെ വായനക്കാരെയും വായനശാലകളെയും എല്ലാം പരിചയപ്പെടുത്തുന്ന അക്ഷരഭൂമിക എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ സംവദിക്കുന്നത്. ഒരുപക്ഷെ അധികമാരും പുതിയ കാലഘട്ടത്തിൽ അറിയുന്നില്ല എങ്കിൽ പോലും നിരവധി പുസ്തകങ്ങൾ, ഏകദേശം 20ഓളം പുസ്തകങ്ങൾ, അത് വിവർത്തനമടക്കമുള്ള 20ഓളം പുസ്തകങ്ങൾ എഴുതി ഏറ്റവും ശ്രേഷ്ഠമായത്, പ്രത്യേകിച്ചും വയനാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ തൻ്റേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച നിരവധി പുസ്തകങ്ങളുടെ കർത്താവായിട്ടുള്ള ജോസ് പാഴൂക്കാരൻ എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഇന്ന് അക്ഷരഭൂമികയിൽ നമ്മോടൊപ്പം. സർ, സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, വളരെ സന്തോഷമുണ്ട്. പുതിയ കാലഘട്ടത്തെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ജോസ് പാഴൂക്കാരൻ്റെ പുസ്തകം എത്രമാത്രം വായിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. എങ്കിൽ പോലും ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ താങ്കളെ വളരെയധികം വായനക്കാരെ അറിയുന്നു എന്നുള്ളൊരു സത്യം നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. വയനാടിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ ഒക്കെയാണ് അങ്ങയുടെ കൂടുതൽ രചനകളിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ആദ്യത്തെ പുസ്തകം അതൊരു ഓർമ്മയാണല്ലോ, കാരണം ഒരു പുസ്തകം എഴുതുന്നത്. അതെ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ ഏതാണ്ട് എഴുതി തുടങ്ങുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2002. മുമ്പ് സ്കൂളുകളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എഴുതുമായിരുന്നെങ്കിലും 2002 ശരിയായിട്ടുള്ള ഒരു കഥ എഴുത്തിലേക്ക് വരുന്നത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ കർഷക ആത്മഹത്യ ധാരാളം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് 2002-2003 കാലഘട്ടത്തിൽ ആണല്ലോ അല്ലേ? അതെ. അപ്പോൾ ആ സമയത്ത് കഥകളൊന്നും അല്ലെങ്കിൽ ഈ കർഷക ആത്മഹത്യയെക്കുറിച്ചുള്ള സംഭവങ്ങളൊന്നും വയനാടിന് പുറത്തേക്ക് പോയിരുന്നില്ല. എല്ലാ സംഭവങ്ങളും വയനാടിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു വയനാട് കോളത്തിൽ മാത്രം ഒതുങ്ങുന്ന വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഗണത്തിൽ ഈ നമ്മുടെ കർഷക ആത്മഹത്യയിലും പെട്ടു. അപ്പോൾ ആ സമയത്ത് ഈ വയനാട്ടിലെ കർഷകരുടെ ആത്മഹത്യയുടെ കാര്യകാരണങ്ങൾ വയനാടിന് പുറത്തേക്ക് അറിയിക്കണമെങ്കിൽ ഒരു ചെറിയ കഥ മൂലം കഴിയുമല്ലോ എന്ന് ഞാനങ്ങനെ ഓർത്തു. അങ്ങനെ ഒരു കഥ എഴുതണം ഈ സംഭവത്തെക്കുറിച്ച്, വയനാട്ടിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച് ഒരു കഥ എഴുതണമെന്ന് ഞാൻ ചിന്തിക്കുകയും അതിൻ്റെ പുറകെ കുറേ നടക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് എനിക്ക് തോന്നുന്നു 1 വർഷം തന്നെ എടുത്തു ആ കഥ എഴുതാൻ വേണ്ടി. അങ്ങനെ പല രീതിയിൽ വായിക്കുകയും പിന്നെ പല രീതിയിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ചാവുകര എന്ന് പറയുന്നൊരു കഥ എഴുതുന്നത്. ചാവുകര. അപ്പോൾ അതിൽ 50,000 രൂപ, അന്ന് ഗവൺമെൻറ് ആത്മഹത്യ ചെയ്യുന്ന കർഷകന് 50,000 രൂപ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 50,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴെയുള്ള ഒരു കുടുംബം, ഭർത്താവ് മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഈ ഭർത്താവ് മരിച്ചിട്ട് വേണം ഈ 50,000 രൂപ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ ഈ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന
ഒരു സീനിലൂടെയാണ് ആ കഥ തുടങ്ങുന്നത്. സത്യത്തിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഒരുപക്ഷെ ഇന്നും തുടരുന്ന കർഷക ആത്മഹത്യകൾ. അപ്പോൾ സാറെടുത്ത ആ ഒരു മീഡിയ വളരെ സുന്ദരമായി. കാരണം നേരിട്ടൊരു ലേഖനം കൊടുക്കുന്നതിനപ്പുറം ഒരു യഥാർത്ഥ സംഭവത്തെ കഥകളിലൂടെ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രാധാന്യം അത് വളരെ സജീവമായി. പിന്നീടാണ് ഒരു പുസ്തകത്തിൻ്റെ പേര് ഈരയുടെ പ്രസവം ഒരു ലൈവ് ഷോ. ആ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം അത് കഥകളാണ്. എൻ്റെ ഏതാണ്ട് ഒരു നൂറുകണക്കിന് കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 100-110 കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില കഥകളാണ് ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ളത്. അതായത് ഈരയുടെ പ്രസവം ഒരു ലൈവ് ഷോ. ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് ചിന്ത പബ്ലിക്കേഷനാണ്. അത് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കഥകളുടെ ഒരു സമാഹാരമാണെന്ന് മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതല്ല, ആ കഥയ്ക്ക് മാത്രമുള്ള, കാരണം എന്തായാലും ആ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള പേര് മറ്റൊരു കഥ തന്നെയായിരിക്കുമല്ലോ. ആ ഒരു കഥയുടെ പ്രത്യേകത, കാരണം ആ പേരിലൊരു വലിയ സൗന്ദര്യമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ആദിവാസികളുടെ സംഭവമായി ബന്ധപ്പെട്ട് പത്രവാർത്തകൾക്ക് അല്ലെങ്കിൽ TV ചാനലുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ആദിവാസികളെ എങ്ങനെയും മാൽപ്രാക്ടീസ് ചെയ്തിട്ട് അതിലൊരു വാർത്ത ഉണ്ടാക്കുന്ന ഒരു രീതി പത്രക്കാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഈര എന്ന് പറയുന്ന സ്ത്രീ അവർ പബ്ലിക് ഇഷ്യൂ ആയിട്ടുള്ള സംഭവമാണ്. ആ സ്ത്രീയുടെ ഇപ്പം ആ സമയത്ത് ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ഈ ആദിവാസികളെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസവം സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു നിലയിലാണ് അതിനെ നമ്മൾ സർക്കാസം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രസവം, ഈരയുടെ ആ വീടും ആ പ്രസവവും എല്ലാം കൂടെ കൂടിയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചാനലുകാർ വരുന്നു. അത് ഷൂട്ട് ചെയ്തിട്ട് ഈരയുടെ അല്ലെങ്കിൽ ആ ആദിവാസി സമൂഹത്തിൻ്റെ ഒരു ജീവിതാവസ്ഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ അതിനെ എന്താ ഒരു പരിഹസിക്കുന്ന രീതിയിൽ സർക്കാസത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു സത്യത്തിൽ അത് മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുന്ന ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറയാം. എന്ത് കാണുമ്പോഴേക്കും അവിടേക്ക് ഓടി. അല്ല, അത് മാത്രമല്ല, മറ്റൊരു കഥയാണ് പന്നിവർഗം എന്ന് മറ്റൊരു കഥകളുണ്ട്. പന്നിവർഗം. അപ്പോൾ അത് ഈ കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഓർഡർ ഇട്ടെങ്കിലും ഒന്നും നടപ്പിലാകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കൃഷിയുടെ നശിക്കുന്നതിലൂടെ കാട്ടുപന്നികൾ തൻ്റെ കൃഷിയുടെ നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കൃഷിക്കാരനുള്ളത്. അത് ഏത് വർഷം എഴുതിയ? അത് എനിക്ക് 2015 ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുമ്പ്. ഒരുപക്ഷെ ഈ പലപ്പോഴും പറയാറുണ്ടല്ലോ, എഴുത്തുകാരൊക്കെ ദീർഘദർശികളാണ് എന്ന് പറയാറുണ്ട്. അപ്പം 9 വർഷം മുമ്പ് അന്നും പറയുന്ന കാട്ടുപന്നികളുടെയൊക്കെ ആക്രമണം കൂടെയുണ്ട്. പക്ഷേ ഇന്നാണത് കുറച്ചുകൂടി വല്ലാതെ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്ന ആ സംഭവവികാസങ്ങളെ ചാനലുകാർ വന്ന് ഇങ്ങനെ കാണുന്നതും അത് ഒപ്പിയെടുക്കുന്നതായിട്ട് സംഭവങ്ങൾ പരിഹാസപരമാണ്. പന്നികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആ പന്നികളെ കൊല്ലാൻ വേണ്ടി പെട്ടെന്ന് പറ്റിയല്ലോ. പല കാട്ടുപന്നി ഗർഭിണിയാണെന്ന് നോക്കണം, കുഞ്ഞുങ്ങളുണ്ടോയെന്ന് നോക്കണം, മുല കൂട്ടുന്നതാണെന്ന് നോക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള കഥയാണ് പന്നിവർഗം. അതിനാണ് എനിക്ക് പൊൻകുന്നം വർക്കി കഥ അവാർഡ് കിട്ടിയത്. കാരണം അതൊരു സാമൂഹിക വിമർശനം തന്നെയാണ് യഥാർത്ഥത്തിൽ. ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. മലയാളം വാരികയാണ് കഥ പബ്ലിഷ് ചെയ്തത്. മലയാളം വാരിക. മറ്റൊരു എനിക്ക് തോന്നുന്നത്, ഇപ്പം പലപ്പോഴും നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കഥാകാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഒതുങ്ങിപ്പോകാറുണ്ട് എഴുത്തുകാർ. പക്ഷേ ജോസ് പാഴൂക്കാരൻ എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം നോവലുകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ തിരക്കഥാ രംഗത്തൊക്കെ എങ്ങനെ? കാരണം തിരക്കഥ മിക്കവാറും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെടുന്നതാണല്ലോ. അതെ. അപ്പോൾ അത് ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി പോയോ? അതല്ല, തിരക്കഥ എന്ന സാഹിത്യം പുതിയ കാലഘട്ടത്തിൽ തിരക്കഥ ഒരു സാഹിത്യമായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് എഴുത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സിനിമയുടെ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ സിനിമാ ലേഖകനായിരുന്നു. 1992-93 കാലഘട്ടത്തിൽ സിനിമാ ലേഖകനായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു കഥ അല്ലെങ്കിൽ എൻ്റെ ഒരു നോവൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കഥ തന്നെ സിനിമയാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനുശേഷം അതുകൊണ്ട് തന്നെ ഞാൻ എഴുത്തിലേക്ക് കടന്നു. നോവലുകൾ എഴുതി, കഥകൾ എഴുതി. അപ്പോൾ ഏതെങ്കിലും സമയത്ത് സിനിമയാവുകയാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഈ വയനാടിൻ്റെ ഒരു ഫോണിൽ കിടക്കുന്ന ആയതുകൊണ്ടാണ് സിനിമയാകണമെന്നതിന് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അല്ല, അത് താങ്കൾ പറഞ്ഞ് ഈ വയനാട്ടുകാരനായതുകൊണ്ട് മാത്രം ഉയർന്നു പോകാൻ കഴിയാത്ത പല രംഗങ്ങളിൽ, ഇപ്പോൾ എഴുത്തുകാരാണെങ്കിലും അല്ലെങ്കിൽ സിനിമാക്കാരാണെങ്കിലും, അതിനെ ഇപ്പോൾ ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്. എങ്കിൽ പോലും അങ്ങ് സൂചിപ്പിച്ചതുകൊണ്ട് വയനാടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് എവിടെ വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു തോന്നലുണ്ടോ സത്യത്തിൽ? ശരിക്കും പറഞ്ഞാൽ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതൊരു തോന്നലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തോന്നൽ തന്നെയാണ്. തോന്നലല്ല, യാഥാർത്ഥ്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇത് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. സംവിധായകരായും പ്രൊഡ്യൂസേഴ്സായും അല്ലെങ്കിൽ അഭിനേതാക്കളായിട്ട് നമ്മളെപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ബന്ധപ്പെടാനുള്ള സാഹചര്യം നമുക്ക് സ്ഥിരം ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ വയനാട് വിട്ടുപോയാൽ പുൽപ്പള്ളി വിട്ടുപോയി കൊച്ചിയിലും
തിരുവനന്തപുരത്തൊക്കെ സ്തംഭടിച്ചിട്ട് ഈ സിനിമക്കാരായി വരുന്ന പ്രധാന കാരണം അതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അങ്ങനെ ആകിത്തീരാത്തത്. കാരണം മറ്റൊന്നുമല്ല, അതിനുശേഷം പിന്നെ നമ്മൾ എഴുത്തിലേക്ക് പോയല്ലോ. അപ്പോൾ എഴുത്തും ഈ സിനിമയും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട് കിടക്കുന്നെങ്കിൽ പോലും രണ്ട് ധ്രുവങ്ങളിലാണ്. പക്ഷേ അതിനെ എളുപ്പം യോജിപ്പിക്കാൻ സാധ്യമല്ല. അതെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ വയനാട്ടിൽ നിന്ന് നിരവധി സിനിമാ പ്രവർത്തകരുണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിട്ട്. ഞാൻ 92-93 കാലഘട്ടങ്ങളിലായിരുന്നെങ്കിൽ പോലും അന്ന് വയനാട്ടിൽ സിനിമ എന്ന് പറയുന്നത് ഒരു അന്യമായിരുന്നു. എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ സിനിമ എവിടെയുള്ളൊരു പ്രശ്നമില്ലല്ലോ. എവിടെയുള്ളവർക്കും സിനിമയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കഴിവുണ്ടെങ്കിൽ എവിടെ എത്തിച്ചേരാം. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് ഈ അരിവാൾ ജീവിതം. ഈ അരിവാൾ ജീവിതത്തിലെ പ്രമേയം അത് വയനാട്ടിലെ അരിവാൾ രോഗികളുടെ കഥയാണത്. ആ പേരിൽ തന്നെ അത് ഒതുങ്ങിയത്. അതെ, അരിവാൾ രോഗം എന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലുള്ള ഒരു സിക്കിൾ സെൽ അനീമിയ, അതൊരു രോഗമാണ്. അത് ബ്ലഡ് സെല്ലുകൾ അരിവാൾ ആകൃതി പൂണ്ടിട്ട് അതിങ്ങനെ ബ്ലഡിലൂടെ ഇങ്ങനെ ഞരമ്പുകളിൽ പോയി പിന്നെ ഹൃദയത്തിൽ വന്ന് ഇവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. ഞാൻ ആ കഥ ആ നോവൽ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് 2010 സമയത്തൊന്നും ഈ അരിവാൾ രോഗത്തെപ്പറ്റി സർക്കാരിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അപ്പം എല്ലാ ദിവസവും അരിവാൾ രോഗികൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിലൊക്കെ ഒരു വാർത്തയായിരുന്നു. അത് വയനാടിനുള്ളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ അരിവാൾ രോഗം എന്താണെന്നോ, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ആർക്കാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് ജനങ്ങൾക്ക് പൊതു ധാരണയില്ല. അപ്പോൾ ഞാനിതിനെപ്പറ്റി ഒരു പഠനം പഠിച്ചപ്പോൾ അതിദാരുണമായിരുന്നു. അത് വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇത് പോകുന്നത് മനസ്സിലായി. കാരണം വെച്ചാൽ ആളുകളെന്ന് പറഞ്ഞാൽ ഈ ആദിവാസി വിഭാഗങ്ങളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഈ OBC സെക്ഷനിൽപ്പെട്ട ചെട്ടി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ് ഞാൻ കണ്ടെത്തിയതിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. മറ്റു വിഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ആ ചെട്ടി വിഭാഗത്തെ അവരുടെ സമുദായത്തെ നിർത്തിക്കൊണ്ടാണ് ആ നോവൽ ചെയ്യുന്നത്. അപ്പോൾ ആ നോവൽ എഴുതാൻ വേണ്ടി ഞാൻ തിരുനെല്ലി, അതുപോലെ തന്നെ നൂൽപ്പുഴ, പിന്നെ മീനങ്ങാടിയുടെ ചില പ്രദേശങ്ങളൊക്കെ ഞാൻ പോയി ഇങ്ങനെ അന്വേഷണം പോയപ്പോൾ പല കോളനികളിലും ഇവർ മിണ്ടൂല, സംസാരിക്കാൻ വേണ്ടി പുറത്ത് പറയില്ല, വളരെ രഹസ്യം വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ അപവാദം ഈ രോഗത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാമൂഹിക അപവാദം ഉണ്ടാക്കാൻ വേണ്ടി ഈ നോവൽ എഴുതിയുണ്ടായിരുന്നു സത്യത്തിൽ. പക്ഷേ നോവൽ വന്നതിന് ശേഷം അത് ശ്രദ്ധിക്കപ്പെടുകയും പിന്നെ ആളുകൾ ചർച്ച ചെയ്യുകയും പിന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരാത്ത അന്ന് അച്യുതാനന്ദ ഗവൺമെൻറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ നോവൽ കഴിഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇന്നിപ്പോൾ അവർക്ക് പെൻഷൻ, അതുകൊണ്ട് തന്നെ കച്ചവടം നടത്താൻ ധനസഹായങ്ങളെ, അതുപോലെ തന്നെ ഭൂമി വാങ്ങാനായിട്ടൊക്കെ ധനസഹായം കൊടുക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നോവലിന് ശേഷം വന്ന ഒരു പ്രക്രിയയാണ്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. അതെ, തീർച്ചയായും. പലയിടങ്ങളിൽ നിന്നാണല്ലോ ഗവൺമെൻറ് പലതും കണ്ടെത്തുക. നമ്മളൊരു കൃതി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിനൊരു ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നമ്മൾ ഓരോ കഥകളും അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അതെ, എല്ലാവരും അങ്ങനെ പറയാൻ പറ്റും. ചില നേരം വേണ്ടി എഴുതുന്നവരും. അതെ, എന്നെ സംബന്ധിച്ച് കഥ എഴുത്തെന്ന് പറയുന്നത് നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. അത് ശരിക്കും അതിന് ഒരു ലക്ഷ്യമുണ്ട്, അതിനൊരു ആ അവസ്ഥയ്ക്ക്. അപ്പോൾ അത് ശരിക്കും അതെന്താ പറയുന്നതിന് ആ എഴുത്ത് ധന്യമായെന്നുള്ളതാണ്. കാരണം അത് ഏതെങ്കിലും ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രമേയം നിർബന്ധമായിട്ടും അതിലുണ്ട്. അതെ. അപ്പോൾ എഴുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകം അല്ലെങ്കിൽ എഴുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും, പക്ഷെ നമ്മുടെ കഥാപാത്രങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അപ്പം കാലം ഉള്ളിടത്തോളം കാലം വായനക്കാരെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും ചില കാര്യങ്ങൾ. അപ്പോൾ അരിവാൾ ജീവിത നോവലിൻ്റെ കഥാപാത്രങ്ങൾക്ക് ശരിക്കും വായനക്കാരെ എന്താ പറയുക ബോധവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ വരുന്നുണ്ടെന്നുള്ളതാണ്. അത് നോവലിനുപരി അത് വായനക്കാർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു നോവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നോവലുകളിൽ പെട്ടതാണ് കറുത്ത പുലികൾ ജനിക്കുന്നത്, ബുദ്ധൻ ചിരിക്കുന്നില്ല. ഈ ബുദ്ധൻ ചിരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള പേര് കേൾക്കുമ്പോൾ അതൊരു എന്തെങ്കിലും ഒരു തത്വാധിഷ്ഠിതമായ സംഭവമാണെന്നുള്ള തോന്നലൊക്കെ വരുന്നു. അതിലോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ഞാൻ ഒരു 3-4 വർഷക്കാലം ബീഹാറിൽ സ്കൂൾ അധ്യാപകൻ ജോലി ചെയ്തിരുന്നു, ബോധ്ഗയയിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് വില്ലേജ് വഴി പോകുമായിരുന്നു. അപ്പോൾ വില്ലേജ് വഴി പോകും. അപ്പോൾ അവിടെ ഇപ്പോൾ എന്താ പറയുന്നത് ഈ ജാതി വ്യവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജാതി വ്യവസ്ഥ ഏറ്റവും കൂടി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം. അന്നും ഈ ബുദ്ധൻ്റെ കാലത്തും ബുദ്ധൻ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ പടപൊരുതിയ ഒരാളാണ്. അവസാനം അദ്ദേഹത്തിന് ഒന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് ശേഷം തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ അവസ്ഥ കണ്ടില്ല അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ആ ജാതി വ്യവസ്ഥ ഇന്നും മാറിയിട്ടില്ല, ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭീകരാവസ്ഥയെ നോവലാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അങ്ങനെ ഒരു നോവലാക്കണം തോന്നി. അപ്പോൾ അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, ജാതി വ്യവസ്ഥയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ ജന്മി കുടിയാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് അവരുടെ സാമൂഹികവും രാഷ്ട്രീയമായ പശ്ചാത്തലം എല്ലാം ആ നോവലിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ നോവൽ എനിക്കൊരു പുസ്തകം എഴുതുന്നത് അതിനെക്കുറിച്ച്.
അങ്ങനെ ആ സംഭവത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകമാണ് ബുദ്ധൻ ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്നത്. പിന്നീട് അത് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷനായി. അതുപോലെ തന്നെ ബംഗാളിയിലേക്കും വന്നു. ഇപ്പോൾ അത് മലയാളം, ഹിന്ദി, ബംഗാളി ഭാഷകളിൽ ലഭ്യമാണ്. അതും വളരെ പ്രാധാന്യമുള്ള ഒരാളാണ്. ഒരു വയനാട്ടുകാരനായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. നിരവധി ഭാഷകളിലേക്ക്, ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും തമിഴിലേക്കും ബംഗാളി ഭാഷകളിലേക്കുമൊക്കെ ഒരാളുടെ കൃതി തർജ്ജമ ചെയ്തപ്പെട്ടു പോവുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം തർജ്ജമയ്ക്കൊക്കെ പ്രചോദനം അല്ലെങ്കിൽ ആരുടെ സഹായമാണ് നമുക്ക് കിട്ടിയത്? അത് ഞാൻ പ്രത്യേകിച്ച് നേരം കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പുസ്തകത്തെ പറ്റി പൊതുജനങ്ങൾ അറിഞ്ഞതിൽ നിന്ന് ഇപ്പം സ്വാഭാവികമായിട്ടും തർജ്ജമ നടത്തുമ്പോൾ അത് ഗ്രന്ഥകാരനോട് ചോദിച്ചിരിക്കണം. തീർച്ചയായിട്ടും എങ്കിലല്ലേ അത്. ഈ അരിവാൾ ജീവിതം എനിക്ക് അതിൻ്റെ തമിഴ് ട്രാൻസ്ലേഷനുണ്ട്, തമിഴ്. പിന്നെ ഇംഗ്ലീഷുണ്ട്. ഇംഗ്ലീഷ് ഞാൻ തന്നെ ചെയ്തതാണ്. അത് ഇംഗ്ലീഷ് ഞാനത് ഈ അരിവാൾ ജീവിതം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പലരെ സമീപിച്ചെങ്കിലും ഈ ആദിവാസി ഭാഷകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആയതുകൊണ്ട് ഇവർക്കത് വഴങ്ങാത്തൊരു സംവിധാനമായി. അതെ, ചില വാചകങ്ങളൊന്നും മറ്റു ഭാഷകളിലേക്ക് അതുകൊണ്ട് ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിലേക്ക്. തമിഴിലേക്ക് യുമാ വാസി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. തമിഴിലൊക്കെ ഇതിന് അത്യാവശ്യം പ്രചാരം കിട്ടിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള രോഗം അവിടെ ഉണ്ടോ? ഈ അരിവാൾ രോഗം ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ 2 കോടി അരിവാൾ രോഗം ഉണ്ടെന്നാണ് രോഗികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ നീലഗിരി കുന്നിൻ്റെ മേളിലുള്ള അവിടെ ഇറവ സമുദായം, അവർക്ക് തന്നെ കന്നഡയിൽ ആദിവാസികൾ എവിടെയുണ്ടോ അവിടെ എല്ലാ അരിവാൾ രോഗം ഉണ്ടെന്നുള്ളതാണ് ലോകത്ത്. അമേരിക്കയിൽ തന്നെ 10 ലക്ഷത്തോളം അരിവാൾ രോഗം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അത്തരം രചനകൾ മറ്റു ഭാഷകളിലേക്ക് കൂടി കടന്നു ചെന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഞാൻ പുരസ്കാരങ്ങളെക്കുറിച്ച്, കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരങ്ങൾ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ വേണമെങ്കിൽ പുരസ്കാരങ്ങൾ സ്വയം കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് പല എഴുത്തുകാരെയും സമീപിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. നിരവധി പുരസ്കാരങ്ങൾ കിട്ടി. പ്രത്യേകിച്ചും ഈ ചാവുകര ശ്രീലത ടീച്ചർ പുരസ്കാരം നേടിയ ഒരു കൃതിയാണ്. അതുപോലെ തന്നെ അരിവാൾ ജീവിതത്തിന് 2010 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, കാസർഗോഡ് തുളുനാടൻ അവാർഡ്. അപ്പോൾ ഈ അവാർഡിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവാർഡുകൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അവാർഡുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ ചെയ്ത 3 നോവലുകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം ചെയ്ത അരിവാൾ നോവൽ എനിക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കിട്ടി. അത് മറ്റേ ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോറ നോവലിനൊപ്പമാണ്. എൻ്റെ നോവലിനും ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോറയ്ക്ക് ഒപ്പമാണ് ആ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കിട്ടിയത്. അതിനുശേഷം എനിക്ക് തുളുനാട് പുരസ്കാരം കിട്ടി. 2ാമത്തെ പുസ്തകമാണ് കറുത്ത പുലികൾ ജനിക്കുന്നത്. അതിനെനിക്ക് OV വിജയൻ പുരസ്കാരം കിട്ടി. 3ാമത്തെ നോവലാണ് ഈ ബുദ്ധൻ ചിരിക്കുന്നില്ല. 2018 പൂർണ്ണ ഉറൂബ് നോവൽ അവാർഡ് ഈ പുസ്തകത്തിനാണ്. പിന്നെ കഥയ്ക്ക് പൊൻകുന്നം വർക്കിയ കഥാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഛത്തീസ്ഗഡിൽ നിന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3-4 കഥകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എഴുതിയ 3 നോവലുകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ പ്രേക്ഷകരോട് ഒന്ന് സൂചിപ്പിക്കുകയാണ്, നമ്മൾ വയനാട്ടുകാർ, നേരത്തെ ജോസ് വാഴൂക്കാരൻ സൂചിപ്പിച്ചതുപോലെ മിക്കപ്പോഴും വയനാട് എന്ന് പറയുന്നൊരു മേഖലയിൽ ഒതുങ്ങിപ്പോകുന്നത് കൊണ്ട് പലരും തങ്ങളുടേതായിട്ടുള്ള സർഗാത്മകതയും മറ്റ് കഴിവുകളും പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ സത്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പ്രിയപ്പെട്ട ജോസ് നിരവധി അവാർഡുകൾ നേടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സല്ലാപം വളരെ സന്തോഷം നൽകുന്നു. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിലെല്ലാം തന്നെ വയനാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെയാണ് കൂടുതലായിട്ട് പ്രതിപാദിക്കാൻ വേണ്ടി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എഴുതി പിന്നീട് താങ്കൾ എഴുത്തിൽ നിന്ന് ഒന്ന് വിരമിച്ച പോലെ ഒരു തോന്നലുണ്ടാകും. അതെ, അതിന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാരണങ്ങളാണുള്ളത്. അപ്പോൾ 2018-2019 വരെ ശരിക്കും സജീവമായ എഴുത്ത് തന്നെയായിരുന്നു. 5 വർഷം മുമ്പ് ഞാൻ ബീഹാറിലുണ്ടായിരുന്നപ്പോഴും ഞാൻ എഴുത്ത് തന്നെയായിരുന്നു. പിന്നീട് ഞാനത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് പോയി കുറച്ച് കാലങ്ങൾ. അതോടെ മലയാളത്തിൽ നിന്ന് വിസ്മരിക്കപ്പെട്ട ഒരവസ്ഥ വന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുക, മലയാളത്തിൽ എഴുതുക എന്നുള്ള 2 കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നുള്ള കുറച്ച് ദുർഘടം പിടിച്ച പരിപാടിയാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. അപ്പോൾ കുറച്ച് കാലം പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തു. പിന്നെ എൻ്റെ മറ്റൊരു പുസ്തകം വാർ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതായത് കറുത്ത പുലികൾ ജനിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് വാർ ഓഫ് ലാൻഡ്. ഈ വാർ ഓഫ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 2-3 വർഷം എടുത്തുള്ളതാണ്. പിന്നെ എനിക്കൊരു തൊഴിൽ കണ്ടെത്തണമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ വർഷക്കാലത്തേക്ക് എഴുത്ത് നിന്ന് പോയി. ഇനിയിപ്പോൾ വീണ്ടും മലയാള എഴുത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ കാണുന്നതും അത് തന്നെയാണ്. കാരണം പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മുടെ സ്വന്തം നാട്ടിലെ ഇത്തരത്തിലുള്ള സർഗാത്മക കഴിവുള്ളവരെ പരിചയപ്പെടുത്തുമ്പോൾ അവരെവിടെയെങ്കിലും ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പോരാ. ലോകം നമ്മളെ അറിയണം, അവരുടെ പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ ഇവിടെ
ഇപ്പോൾ 100-ന് മേൽ കഥകൾ രചിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ 100-ന് മേൽ കഥകൾ എന്ന് പറയുമ്പോൾ എല്ലാറ്റിലും എന്തായാലും പ്രമേയം ഒന്നായിരിക്കില്ല. അപ്പോൾ ഈ കഥകൾ ഇത്രമാത്രം എഴുതാൻ ഇപ്പോൾ എളുപ്പമുള്ള ഒരു പണിയായിട്ടാണോ, നോവലിനേക്കാളും എളുപ്പം കഥകൾ എന്നുള്ളത് കൊണ്ടാണോ, അതോ എത്രയും പെട്ടെന്ന് ഒരു നല്ല ആശയം വായനക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലാണോ കഥകളിലേക്ക്? ഒന്നുമല്ല, നമ്മളൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഈ കഥ എഴുതുക എന്നുള്ള ഒരു പ്രചോദനം ഏത് സമയത്ത് ഉണ്ടാകാമല്ലോ. അപ്പോൾ ആ കൂടെ ഇതൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നോവൽ എഴുതുന്നതിന് ഇടയ്ക്ക് തന്നെയാണ് പല കഥകളും എഴുതിയിട്ടുള്ളത്. പിന്നെ എല്ലാ അഭിമുഖങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് എഴുത്തിന് പ്രചോദനമായി എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അത് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ വല്ല പ്രചോദനമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് പഴയ കാലത്ത് ഒരുപാട് വായനയുണ്ടായിരുന്നു, ഒരുപാട് വായിക്കുമായിരുന്നു. പിന്നീട് അത് ഇടക്കാലം കൊണ്ട് നിന്ന് പോയെങ്കിലും ഈ കർഷക ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട FRFൻ്റെ സംഘടനയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനത്തിൻ്റെ സമയത്ത് ഒരു കഥ എഴുതിയാൽ ഈ നമ്മുടെ ഈ കർഷക ആത്മഹത്യയെക്കുറിച്ച് പുറം ലോകം അറിയുമല്ലോ എന്നുള്ള ചിന്തയിൽ ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതിന് അവാർഡും കിട്ടി. അപ്പോൾ അത് ആകെ ഒരു പബ്ലിസിറ്റി കിട്ടി. പിന്നെ അതാണ് പ്രചോദനം. ആ പ്രചോദനത്തിൻ്റെ പുറത്ത് പിന്നെ വീണ്ടും കഥകൾ എഴുതി, പിന്നെ നോവൽ എഴുതി, അങ്ങനെ അങ്ങ് പോവുക ചെയ്തത്. മിക്കപ്പോഴും ഇപ്പോൾ പുതിയ എഴുത്തുകാരുടെ സമീപത്ത് ചെല്ലുമ്പോൾ അവർ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലപ്പുറം നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ചും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ എഴുതി വളരെ എളുപ്പമുള്ളൊരു പരിപാടിയായിട്ട് അതിനെ കാണുന്നു. അത് മാത്രമല്ല, വായനക്കാർ കൂടുതലുണ്ടാകുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. ആ മേഖലയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള എഴുത്തിൽ അത് സജീവമല്ല. ഫേസ്ബുക്കുണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിൽ സജീവമല്ല. എന്തുകൊണ്ടാണ് സജീവം? അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തണം. നമ്മളത് ഒരു ദിവസം 2 ദിവസം ചെയ്തൊരു കാര്യം. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്കാണ്. ആ വർക്ക് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തി അതിൽ തന്നെ നമ്മൾ അഭിരമിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അല്ല, പക്ഷേ മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ പല എഴുത്തുകാരെയും സമീപിച്ച സമയത്ത് അവരിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മറുപടി എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രതികരണം, അതായത് വായനക്കാരുടെ പ്രതികരണം പെട്ടെന്ന് കിട്ടുന്നു എന്നൊക്കെയുള്ളതാണ്. എങ്ങനെ അതിനെ നോക്കി കാണുന്നു? ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഇപ്പോൾ പലപ്പോഴും വായന മരിക്കുന്നു എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ വല്ലാതെ പറഞ്ഞിരുന്ന ഒരു ലോകം പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, വായനക്കാർ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ വായനക്കാരിൽ ഭൂരിപക്ഷവും ഈ പറയുന്ന രീതിയിലുള്ള വായനയിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അല്ല, അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സാഹിത്യവും അതിൻ്റെ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. പുതിയ കാലത്തെ എഴുത്തുകാരെന്ന് പറയുന്നത് കൂടുതലും പുതിയ തലമുറ എപ്പോഴും സോഷ്യൽ മീഡിയ വഴി ചെറിയൊരു കഥകൾ എഴുതുക, പിന്നെ അതുവഴി അവരുടെ സർഗാത്മകത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ നിലയിൽ പോകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനോട് സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് കാരണം എത്തിപ്പെടാൻ ട്രഡീഷണൽ എഴുത്ത് രീതിയാണ് ഞാനിപ്പോഴും പിന്തുടരുന്നത്. അല്ല, അതെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കഥകൾ ആ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കും, പിന്നെ അതിലേക്കൊന്നും ആരും അങ്ങനെ പോകാറില്ല. പക്ഷെ ഒരു പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും അവിടെ നിലനിൽക്കുന്ന ഒന്നാണല്ലോ. പിന്നെ പുതിയ കാലഘട്ടത്തിലെ വായനക്കാരുടെ എണ്ണം കുറയുന്നു, അങ്ങനെയുള്ളതൊക്കെ തോന്നൽ, ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. വായനക്കാരുടെ എണ്ണം കുറേ പഴയ രീതിയിലുള്ളൊരു വായന ഇപ്പോൾ വരില്ല. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട്, ഈ മൊബൈലും കമ്പ്യൂട്ടറും വന്നതോട് കൂടിയിട്ട് വായന ശരിക്കും കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ള കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വായനശാലകളുടെ എണ്ണം കൂടുന്നുണ്ട്, അവിടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വായനശാലകളുടെ എണ്ണം കൂടുന്നുണ്ടോ? പക്ഷേ നിലവിലുള്ള വായനശാലകളെല്ലാം ഡെഡായി കിടക്കുമെന്ന് എൻ്റെ അഭിപ്രായം. പ്രവർത്തിക്കുന്നില്ല, വളരെ ചുരുക്കം വായനശാലകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അത്ര ഉള്ളൂ. പക്ഷേ പുസ്തകം കൂടുതൽ അടിച്ചു പോകുന്നുണ്ട്. പുസ്തകം ധാരാളം വിറ്റ് പോകുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്നു, ആരൊക്കെ വായിക്കുന്നുള്ളത് നമുക്ക് ഇപ്പോൾ അച്ഛനാണ്. വായനശാലകളെ കേന്ദ്രീകരിച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നു, പക്ഷേ വായന കുറയുന്നു. എല്ലാ വർഷവും ആ വായനശാലകൾ പുസ്തകം എടുത്ത്, അവർ ഗ്രാൻഡ് കിട്ടുന്ന പുസ്തകം എടുത്ത് ആ വായനശാലയ്ക്ക് ഉള്ളിൽ കൊണ്ടുവെക്കും. അതവിടെ ഡെഡായിരിക്കും. അപ്പോൾ അവരെ വായിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും തന്നെ നടക്കുന്നില്ല. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ പഴയൊരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ് നിരവധി ഗ്രാൻറ്റുകൾ എല്ലാ വർഷങ്ങളും വലിയ ഗ്രാൻഡ് കൊടുക്കുന്നു. പക്ഷേ പുസ്തകം വായിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും വായിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരു വലിയ സത്യം തന്നെയാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ താങ്കൾ സംസാരിച്ചു. 5 വർഷമായി മുടങ്ങിക്കിടക്കുന്ന എഴുത്ത് ഇനി തുടരാനുള്ള സാധ്യത പറഞ്ഞാൽ, ഞാനൊരു 2-3 നോവലിനുള്ള തീമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മൂരിയബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമാണ്. നമ്മുടെ വൈരക്കുപ്പയിലെ ബേഡഗൗഡരുടെ ലൈഫാണത്. അത് ചിത്രദുർഗയിൽ നിന്ന് പലായനം ചെയ്ത ഒരു വിഭാഗം ആളുകളുണ്ട് ഈ വൈരക്കുപ്പ താമസിക്കുന്നത്. അവരുടെ എല്ലാ വർഷവും കാളയോട്ട മത്സരമുണ്ട്. അതിന് മൂരിയബ്ബ എന്ന് പറയുന്നത്. അപ്പോൾ മൂരിയബ്ബയെ ബന്ധപ്പെട്ട ഒരു നോവൽ ചെയ്യണം, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. അതിനുള്ള തീമെല്ലാം കയറി വെച്ചെങ്കിൽ എഴുതാൻ സാധിച്ചില്ല. അപ്പോൾ അതിന് തുടങ്ങണം.
അത് എഴുതണം എന്നുള്ളതാണ് ഇനി എൻ്റെ ഒരു മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒരു കാര്യം. ഏതായാലും ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയ ഒരു സാഹിത്യകാരൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് താൽക്കാലികമായെങ്കിലും നിലച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ വായനയോട് താല്പര്യമുള്ളവർക്ക് അത് കുറച്ച് വേദനാജനകമാണ്. സാഹചര്യങ്ങളാണ് അതിന് കാരണമായത് എന്ന് തിരിച്ചറിയുന്നു. എങ്കിലും ഇനിയും കൂടുതൽ വേണം, എഴുത്ത് വേണം. അത് കേരളത്തിലെ വായനക്കാർക്ക് നിർബന്ധമാണ്. പ്രത്യേകിച്ചും താങ്കൾ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രശ്നങ്ങൾ തന്നെയാണ് കഥകളിലൂടെയും മറ്റ് സർഗാത്മകതയിലൂടെയും അവതരിപ്പിക്കുന്നത് എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളതാണ്. ഏതായാലും പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കുടുംബത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ഭാര്യയുടെ പേര് ശ്രീജ. അവർ ഗവൺമെൻറ് LP സ്കൂൾ ടീച്ചറാണ്. 2 പെൺകുട്ടികളുണ്ട്. 2 പേര് നഴ്സിങ്ങിന് പഠിക്കുകയാണ്. ഒരാൾ ബാംഗ്ലൂരും ഒരാൾ വെല്ലൂരും. ഇതാണ് നിലവിലുള്ള അവസ്ഥ. ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് പള്ളിയിലെ. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദമാണ്. അതെ അതെ, അതാണിപ്പോൾ എൻ്റെ ഒരു ഏതായാലും എഴുത്തിനോടൊപ്പം താങ്കളുടെ തൊഴിലും നല്ല രീതിയിൽ പോകട്ടെ. ആ തൊഴിലിനോടൊപ്പം, ഞാനെങ്ങനെയാണ് പറയുന്നത്, തൊഴിലിനോടൊപ്പം എഴുത്ത് കൂടുതലായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മലനാട് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നിരവധി പേരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. താങ്കളുടെ മുന്നിൽ വരാനും താങ്കളോട് അഭിമുഖം നടത്താനും ഒക്കെ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്, നന്ദിയും രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അക്ഷരഭൂമികയിൽ വയനാടിൻ്റെ പ്രഗത്ഭനായിട്ടുള്ളൊരു എഴുത്തുകാരനെയാണ് നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ താൽക്കാലികമായെങ്കിലും എഴുത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് വിരമിച്ചെങ്കിലും ഇനിയും അദ്ദേഹം എഴുത്തിലേക്ക് പോകുന്നു എന്നുള്ള സന്തോഷത്തോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തയാഴ്ച മറ്റൊരു വ്യക്തിയുമായി നമുക്ക് കാണാം. താങ്ക് യു. വയനാടിൻ്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ്, സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, മീനങ്ങാടി.